ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് റോസ്റ്റാണ്. ഈ ബീഫ് റോസ്റ്റ് ഞാൻ റിമി ടോമിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് തയ്യാറാക്കിയ ഒരു ബീഫ് റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ബീഫ് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഫെയിൽ ആവില്ല. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു കുക്കറിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ: സവാള വേണം, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, എല്ലാം ഒരു മീഡിയം സൈസുള്ളതാണ് ഞാൻ എടുത്തത്. ഇനി ഇതെല്ലാം കൂടി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുക്കറിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യുന്നതിന് മുന്നേ ആണ് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഞാൻ 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരു 250 ഗ്രാമിലും കുറച്ച് കൂടുതൽ ബീഫ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള അളവാണ് ഞാൻ പറയുന്നതെല്ലാം. അപ്പോൾ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ: 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാൻ കുരുമുളക് പൊടിയും 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല 1 ടീസ്പൂൺ തന്നെ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമ്മൾ കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്താലൊന്നും ഇത് കറക്റ്റ് മിക്സായി കിട്ടൂല. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തക്കാളിൻ്റെ ഉള്ളിൻ്റെയും വെള്ളം തന്നെ മതി. പിന്നെ ബീഫ് നിറങ്ങുന്ന വെള്ളവും അതിൽ നിന്ന് തന്നെ ഇത് വെന്ത് കിട്ടണം. അപ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവും. വെള്ളം ഒഴിച്ച് ഇതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഞാനൊരു ഹൈ ഫ്ലെയിമിൽ 4 വിസിലാണ് ഇത് അടിച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു കടായോ അങ്ങനെയുള്ള എന്തെങ്കിലും എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും ഒരു മീഡിയം സൈസ് സവാള, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത്. നേരത്തെ നമ്മളൊരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബീഫ് വേവിക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി, ഒരു മീഡിയം തക്കാളി ആയാലും മതി, ഒരു ചെറിയ തക്കാളിയാണ് എടുത്തത്. ഇതിലേക്ക് അതും കൂടി ആഡ് ചെയ്തെടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയും തക്കാളിയും നല്ലോണം അടിഞ്ഞ് കിട്ടണം. ഒട്ടും തന്നെ അത് ഉണ്ടാവാൻ പാടില്ല. അത്രയും നല്ലോണം അടിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇത് ഞാൻ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സവാള ഇടുമ്പം തന്നെ ഇടേണ്ടതാണ്. എന്നോടത് വിട്ടുപോയതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ സവാളേൻ്റെ കൂടെ തന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളെ സവാളയും തക്കാളിയും നല്ലവണ്ണം അടിഞ്ഞ് വയന്ന് കിട്ടിയപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയതാണ്. അപ്പം ബീഫ് മാത്രം ആഡ് ചെയ്യുക. അതിലുള്ള കുക്കറിലുണ്ടായിരുന്ന ഗ്രേവി നമ്മൾ മാറ്റി വെക്കണം. കുറച്ച് ഗ്രേവി ഉണ്ടാവും എന്തായാലും. ആ ഗ്രേവി മാറ്റി വെച്ച് ബീഫ് മാത്രം എടുത്തിട്ട് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ സവാള തക്കാളിയിൽ ഒരു പൊടിയും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ബീഫ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ലവണ്ണം ബീഫിലേക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിക്കാം. 5 മിനിറ്റിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ കോക്കനട്ട് ഓയിലെല്ലാം നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഈ സമയത്ത് നിങ്ങൾ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ചെറിയ ജീരകം നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി ഇടൽ നിർബന്ധമില്ല. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമ്മൾ ഫസ്റ്റും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടേനു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഗ്രേവി അത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക. അതിൻ്റെ ആ ഗ്രേവി ഒന്ന് വെറ്റി വരാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മളെ ഗ്രേവിയിൽ ഏകദേശം വറ്റിയിട്ടുണ്ട്, ഓയിലെല്ലാം നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് വീണ്ടും മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കിത് ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക. അല്ല കുറച്ചൊരു ഗ്രേവി ടൈപ്പിലാണ് വേണ്ടതെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ സെർവ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ റിമി ടോമി സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ പറയല്ല, 100% വിശ്വസിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.